ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവ് തന്ന ഈ ഞായറാഴ്ചയോർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 17-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നുണ്ട്: അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും പാപങ്ങൾ വഹിക്കുകയും ചെയ്തു. ഇന്ന് ലോകമെമ്പാടുമുള്ള കത്തോലിക്കായും ലോകമെമ്പാടുമുള്ള എല്ലാ അൾത്താരകളിലും ഈശോയുടെ ബലി അർപ്പിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുത്ത് പാപങ്ങൾ വഹിക്കുന്ന ആ ബലിയിൽ നമുക്കെല്ലാവർക്കും സ്നേഹത്തോടെ പങ്കുചേരാം. ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ വേദനകളും ഭാരങ്ങളും ചുമക്കുന്ന അങ്ങയുടെ പരിശുദ്ധ അൾത്താരയിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ ചേർത്ത് വയ്ക്കുകയാണ്. എല്ലാ വേദനകളും എല്ലാ ഭാരങ്ങളും അതട്ടെ സ്നേഹത്തിൻ്റെ കൃപയാൽ ഒഴുകി ഇല്ലാതായി തീരട്ടെ. ഞങ്ങൾ അങ്ങയോട് ഒന്നായി തീരാൻ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് അണയാൻ പറ്റാത്ത രോഗികളായിട്ടുള്ള എല്ലാ മക്കളെയും, വിശ്വാസം മൂലം ദേവാലയത്തിൽ നിന്ന് അകന്നുപോയ എല്ലാ മക്കളെയും തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലിയുടെ അനന്ത യോഗ്യതയാൽ എല്ലാ മക്കളിലേക്കും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ ഇടപെടലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ ശക്തിയും ഉണ്ടാകാൻ ഞങ്ങൾ ഒരു ഹൃദയത്തോടെ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ കൃപ എല്ലാ മക്കളിലും വ്യാപരിക്കട്ടെ. ഈശോയുടെ കാരുണ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളെല്ലാവരെയും നിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. സ്നേഹത്താൽ അവിടുത്തെ കരുണയാൽ ഞങ്ങളെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ബലിയോട് ചേർത്ത് നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും സമർപ്പിച്ച് നമുക്കൊരു ഹൃദയത്തോടെ ഈശോയെ ആരാധിക്കാം, ഈശോയ്ക്ക് നന്ദി പറയാം, പ്രാർത്ഥിക്കാം.